എന്റെ വീട്ടിന്റെ അടുത്തല്ലതാ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ചമ്മി. നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ സ്നേഹം കൂടിക്കൂടി വന്നാൽ ചിലർക്ക് വട്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്നേഹം കൂടിയപ്പോൾ ഒരു നേതാവിന് എന്താ സംഭവിച്ചത് അറിയുമോ? വിവരക്കേടാണ് അദ്ദേഹത്തിന് കൂടിയത്. കൊല്ലത്തെ പുതിയ MLA ആയിട്ടുള്ള ബിന്ദു കൃഷ്ണയെ കണ്ടപ്പോൾ നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് സാറിനുണ്ടായ ആ ഒരു ആക്രാന്തമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഐറ്റമായി പോയി മോനെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ സംഭവം എന്ന് പറയുന്നത്, നിയമസഭാ കക്ഷി സമ്മേളനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബിന്ദു കൃഷ്ണ വരുന്നു. ഒരു MLA ആയ കിട്ടുന്ന ആ ഒരു ഗൗരവത്തിലും സന്തോഷത്തിലും എല്ലാവരെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്താണ് അവര് വരുന്നത്. പക്ഷെ അവിടെ ദാ നിൽക്കുന്നു നമ്മുടെ സ്നേഹത്തിന്റെ നിറകുടമായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് സാർ. ബിന്ദു കൃഷ്ണ ഒന്നടുത്തേക്ക് വന്നതും പുള്ളിക്ക് കൺട്രോൾ പോയി. പിന്നെ അങ്ങോട്ടൊരു പിടുത്തമായിരുന്നല്ലോ. ബിന്ദു കൃഷ്ണ മര്യാദയ്ക്ക് കൈകൂപ്പി നിൽക്കുമ്പോൾ പുള്ളി ചെല്ലുന്നതോ ഉമ്മ വെക്കാനുമാണ്. അവര് പിന്നോട്ട് മാറിയിട്ട് പോലും വിടാനുള്ള ഭാവമില്ല. നീ എങ്ങോട്ട് പോകാനാണ് പെണ്ണെ എന്ന് ചോദിക്കുന്നത് പോലെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് തല കൊണ്ടൊരു ആഞ്ഞു വീശലുണ്ട് സാറേ. അത് കാണുമ്പോൾ തോന്നും എന്തോ കൊട്ടേഷൻ എടുക്കാൻ വന്നതാണെന്ന്. എന്തായാലും ചുറ്റും ഇത്രയും ചാനൽ ക്യാമറകൾ ഉണ്ടെന്നുള്ള കാര്യം പുള്ളി ആ ഒരു ആവേശത്തിൽ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷെ നാട്ടുകാര് കണ്ടല്ലോ മോനെ. അല്ലെങ്കിൽ തന്നെ ഒരാളെ തൊടണമെങ്കിലും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കണമെങ്കിൽ പോലും അവരുടെ കൂടി, അതായത് അതിൽ താല്പര്യമുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാമാന്യ വിവരം പോലും ഈ ഒരു രാഷ്ട്രീയക്കാർക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? മര്യാദയ്ക്ക് കൈകൂപ്പി വരുന്ന ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനൊരു ബലപ്രയോഗം നടത്തുന്നത് എന്ത് തരം സംസ്കാരമായിരിക്കും? ഇതിപ്പോ ഒരുമാതിരി എന്താ പറയണ ബലപ്രയോഗ സ്നേഹമായി പോയി. ബിന്ദു കൃഷ്ണ അവിടെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് പുള്ളി ആകെ ചമ്മി ഒരു നാറിയൊരവസ്ഥയിലായി. എന്തായാലും ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത്. ആ ഒരു കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ്. ഇപ്പൊ പലയിടത്തും ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ശീലമുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട്. ഇതിനെ വെറും ഒരു തമാശയായിട്ട് കാണാനും നമുക്ക് പറ്റില്ല. കാരണം തന്റെ ശരീരത്തിൽ ആര് തൊടണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് അവരൊരുക്ക് തന്നെയാണ്. അവരത് അവിടെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ബിന്ദു കൃഷ്ണ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ഇതായി ചെറിയാൻ ഫിലിപ്പിന് കിട്ടിയത് വെറും ഒരു ചമ്മൽ മാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിൽ കിട്ടിയ വലിയൊരു എട്ടിന്റെ പണി എന്ന് വേണം പറയാൻ. എനിക്കിതിൽ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഒരാൾ ജനപ്രതിയായി എന്നതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ആർക്കും എപ്പോഴും കയറി പിടിക്കാം എന്നൊരു അർത്ഥമില്ല. ബിന്ദു കൃഷ്ണ വരുന്നത് എല്ലാവരെയും കൈകൂപ്പി വന്ദിച്ചുകൊണ്ടാണ്. ആ ബഹുമാനം തിരിച്ചു നൽകാൻ ചെറിയാൻ ഫിലിപ്പിന് സാധിച്ചിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷെ അവരെ ബലമായിട്ട് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യാനോ ശ്രമിക്കുന്നത് തികഞ്ഞ ഒരു മര്യാദകേട് തന്നെയാണ്. ഇവിടെ പലരും ഇതൊരു തമാശയായിട്ട് തള്ളിക്കളയുന്നത് കണ്ടു. പക്ഷെ ഇതിന് എന്ത് തമാശയാണുള്ളത്? ഒരാൾക്ക് നമ്മൾ തൊടുന്നത് ഇഷ്ടമല്ല എന്ന് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ പോലും ഈ ഒരു പറ്റാത്തവരാണോ ഇത്രയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത്? ഒരു സ്ത്രീ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അവിടെ ബലം പ്രയോഗിക്കുന്നത് ഒരു തരത്തിലുള്ള അതിക്രമം തന്നെയാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നിന്ന ഒരാൾക്ക് ഒരു സഹപ്രവർത്തകയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ക്യാമറകൾക്ക് മുന്നിൽ ഇതാണെങ്കിൽ ക്യാമറ ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ബിന്ദു കൃഷ്ണ അവിടെ കാണിച്ച ആ ഒരു മനോധൈര്യം ഉണ്ടല്ലോ, അത് എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠം തന്നെയാണ്. ഇഷ്ടമില്ലാത്ത രീതിയിൽ ആര് സ്പർശിച്ചാലും അത് അവിടെ തന്നെ പ്രതികരിക്കണം, ആ ഒരു സ്പോട്ടിൽ തന്നെ. ഇതിപ്പോ സ്നേഹം കൂടിയിട്ട് വന്നതാണ് ചിലരുടെ വാദമുണ്ട്. ഈ സ്നേഹമൊക്കെ ഒന്നുള്ളിൽ വെച്ചാ പോരെ സാറേ, ഇതിപ്പോ നാട്ടുകാരെ മൊത്തം കാണിക്കണോ എന്നാണോ? ബിന്ദുകൃഷ്ണ സാറിനെ കണ്ടപ്പോൾ സ്നേഹത്തോടെ കൈകൂപ്പിയതാണ്. അതിന് പകരമായിട്ട് അവരെ ശ്വാസം മുട്ടിക്കുന്നത് എന്ത് സ്നേഹപ്രകടനമാണ്! എന്തായാലും ചമ്മി നാണം കെട്ട് നിൽക്കുന്ന ആ ഒരു നിൽപ്പ് തന്നെ കണ്ടില്ലേ? അതിന് ഇതിനും നല്ലൊരു മറുപടി വേറെ കിട്ടാനില്ല എന്ന് തന്നെ പറയാം.
എന്തായാലും ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിരിക്കുന്നത്. അതിന്റെ പ്രതികരണങ്ങൾ തന്നെ വിശകലനം ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചെറിയാൻ ഫിലിപ്പിന്റെ ഈ നടപടിയെ വിമർശിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു സ്ത്രീക്ക് വ്യക്തമായിട്ട് താല്പര്യമില്ല എന്ന് ഇവിടെ കാണിച്ചിട്ട് പോലും, അതായത് ഒഴിഞ്ഞു മാറിയല്ലോ, എന്നിട്ട് പോലും വീണ്ടും ബലം പ്രയോഗിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വേണ്ട എന്ന് കാണിച്ചാൽ അതവിടെ മാനിക്കപ്പെടണം എന്നുള്ള സന്ദേശം തന്നെയാണ് പലരും പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും മുതിർന്ന ഒരു നേതാവിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല എന്നും ഇത് രാഷ്ട്രീയ കേരളത്തിന് നാണക്കേടാണ് എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ചിലർ അദ്ദേഹത്തെ കഴുകൻ എന്ന് വരെ വിശേഷിപ്പിച്ചാണ് അവരുടെ ആ രോഷം പ്രകടിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുമ്പോൾ ചുറ്റും നിന്ന മാധ്യമ പ്രവർത്തകരും മറ്റും പാർട്ടി പ്രവർത്തകരും ഒക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അതായത് ഇതിനെതിരെ ഒന്ന് ശക്തമായിട്ട് വിമർശനം ഉയരുന്നുണ്ട് അവർ ആ ഒരു സ്വഭാവം കാണിച്ചത്. കാരണം ഇതൊരു ഗൗരവമുള്ള വിഷയമായിട്ട് ഇപ്പൊ മാറിക്കഴിഞ്ഞു. എന്നിട്ട് ഇതാരും കണ്ടില്ല അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ വളരെ അത് വളരെ ദുഃഖമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്. നമ്മൾ കണ്ടതാണല്ലോ, പൊതുമധ്യത്തിൽ തന്നെ ഒരു ജനപ്രതിനിധിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതും സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന തുല്യമാണ്. അത് ചെറിയാൻ ഫിലിപ്പിനെതിരെ നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതികൾ വരെ ഉയർന്നിട്ടുണ്ട്. ഇത്രയും ഗൗരവമേറിയ ഈ വിമർശനങ്ങൾക്കൊപ്പം തന്നെ ട്രോളുകളും പരിഹാസങ്ങളും അടങ്ങിയ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പുള്ളിയുടെ ആ ചമ്മി നിൽക്കുന്ന അവസ്ഥയെ ട്രോളുകളിലൂടെ പരിഹസിക്കുന്നവരും കുറവൊന്നുമല്ല. ആക്രാന്തം എന്ന വാക്കാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോക്ക് നൽകിയിരിക്കുന്ന പ്രധാന ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഗുഡ് ടച്ചും ബാഡ് ടച്ചും കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, മുതിർന്നവർക്കും അത് ബാധകമാണ്. ഒരാൾ എത്ര വലിയ നേതാവായാലും ശരി, എത്ര വലിയ പദവിയിൽ ഇരുന്നാലും ശരി, ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ ഒരു അവകാശവുമില്ല. ബിന്ദുകൃഷ്ണ അവിടെ കാണിച്ച ആ ഒരു മനക്കരുത്തുണ്ടല്ലോ, അത് എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃക തന്നെയാണ്. ഇഷ്ടമല്ലാത്ത രീതിയിൽ ആര് തൊടാൻ വന്നാലും ശരി, ഇതുപോലെ തന്നെ മാറ്റണം. സ്നേഹം പ്രകടിപ്പിക്കാൻ ആലിംഗനോ ഉമ്മയും തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ അത് സ്വന്തം വീട്ടിൽ പോയിട്ട് കാണിക്കുക. പിന്നെ പൊതുവേദിയിൽ കാണിക്കുന്നത് വിവരക്കേടും സംസ്കാരശൂന്യവുമാണ് കേട്ടോ. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് സാറിനെ പോലെയുള്ളവർ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം. മര്യാദ എന്നത് പഠിക്കേണ്ടത് അക്ഷരമാലയിൽ നിന്നല്ല, മറിച്ച് മനുഷ്യരെ ബഹുമാനിക്കുന്നതിലൂടെ തന്നെയാകണം. അപ്പൊ അതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് സാറെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ക്യാമറകൾ എല്ലായിടത്തും ഉണ്ട്. ഈ ബലപ്രയോഗ സ്നേഹം കൊണ്ട് അവസാനം നാണകെട്ടത് ആരാണെന്ന് അറിയാലോ. എന്തായാലും ബിന്ദുകൃഷ്ണയോട് ഈ കാണിച്ച ആക്രാന്തം കൊണ്ട് താങ്കൾക്ക് എന്ത് കിട്ടി? കേരളത്തിന് മുന്നിൽ ഒരു വെറും ചമ്മി നാറിയ ഒരു അവസ്ഥ. അത് ആ ഒരു ലേബലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏതായാലും നേതാവായാൽ പോരാ, ഒരു മനുഷ്യരാകാൻ കൂടി പഠിക്കണം. സ്നേഹം എന്നത് ചോദിച്ചു വാങ്ങുന്നതല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ടത് ഒന്ന് തന്നെയാണ്. അപ്പൊ കൂട്ടുകാരെ, ഈ ഒരു സീന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇങ്ങനെയുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.